ചിങ്കാരക്കിന്നരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരുന്നേവാ പുന്നാരം പുന്നാരം കുറുമ്പുറങ്ങുമി കുരുന്നു ചുണ്ടത്തെ മണിപ്പതക്കം താ അമ്മാനം അമ്മാനം കുഞ്ഞിക്കുളിരമ്പിളി ചെല്ലച്ചെറു കുമ്പിളിലെ മമ്മമ്മമുണ്ടു മിന്നാരം കണ്ടു മിന്നാമിന്നിയേവാ വാവാവോ വാവാവോ ചിങ്കാരക്കിന്നരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരുന്നേവാ പുന്നാരം പുന്നാരം ഒരു ചിന്തൂരക്കതിരാൽ ആലോലം താലോലം ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരുന്നേവാ പുന്നാരം പുന്നാരം കുറുമ്പുറങ്ങുമി കുരുന്നു ചുണ്ടത്തെ മണിപ്പതക്കം താ അമ്മാനം അമ്മാനം കുറുക്കുന്നോരത്തൊരു ചിന്തൂരക്കതിരായി ആലോലം താലോലം ചിങ്കാരക്കിന്നരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരുന്നേവാ പുന്നാരം പുന്നാരം കുറുമ്പുറങ്ങുമി കുരുന്നു ചുണ്ടത്തെ മണിപ്പതക്കം താ അമ്മാനം അമ്മാനം ചെറു കുമ്പിളിലെ മമ്മമ്മമുണ്ടു മിന്നാരം കണ്ടു മിന്നാമിന്നിയേവാ വാവാവോ വാവാവോ രാരീരോ രാരീരോ ഉഗ്രൻ ഉഗ്രൻ സൂപ്പർ. അമ്മയാ എന്താ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യൂട്ട് പാട്ട് അല്ലേ? സോങ് സെലക്ഷൻ അടിപൊളി. താങ്ക് യു. ഓക്കെ, നമുക്ക് ചോദിക്കാം. ചേച്ചി അമ്മയാ, എന്താ മാം? ശോഭന ചേച്ചിയുടെ ഒരു ഛായ എവിടെയോ ഒന്ന് തോന്നുന്നു. ഒരു ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് മുഖത്തിന്റെ ഒരു ഷേപ്പ് അല്ല, മുഖത്തിന്റെ ഒരു ഷേപ്പ്, ഒരു നീളമുള്ള ഷേപ്പേ, പിന്നെ ഈ ഡ്രസ്സും എല്ലാം കൊണ്ട് പഴയ ശോഭന ചേച്ചിയുടെ ഒരു ഛായ.
ചെറുതായിട്ട് പാട്ടില് ഈ സെയിം ഔട്ട്ഫിറ്റ് സെയിം ഡ്രസ്സാണ്. അതെ അതെ, എനിക്ക് തോന്നി സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണിത്. ഇത് എപ്പോ കേട്ട ഏതൊരു കാലഘട്ടത്തിലും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന പാട്ടുകളിൽ ഒന്നാണ് ഈ പാട്ട്. അതെ, അത് SP വെങ്കടേഷ് സാറിന്റെ ഈ ഒരു ഗാനം, ഇതൊരു മാജിക്കൽ സോങ് ആണ്. നമുക്കൊക്കെ പ്രണയം തോന്നും. അതേപോലെ ആ ഒരു താരാട്ടിന്റെ ഒരു നിഷ്കളങ്കതയുണ്ട് ആ പാട്ടിനകത്ത്. സോ ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ മോളെ. ആരാണ് ഇത് സെലക്ട് ചെയ്തത്? ഗ്രൂമേഴ്സിനൊരു കയ്യടി. ഗ്രൂമേഴ്സ് ഫാന്റാസ്റ്റിക് ഗ്രൂമേഴ്സ്. പിന്നെ ഈ പാട്ടിനകത്ത് മോള് കൊണ്ടുവന്ന ഒരു ഫീല്, പല ഭാഗങ്ങളിലും സംഗതികളൊക്കെ നന്നായി പാടി. മനോഹരായിരുന്നു. വീണ്ടും എനിക്ക് ഒരേ കാര്യമേ ഓർമ്മിപ്പിക്കാനുള്ളൂ, അമ്മയെ കുറച്ചുകൂടി ഒരു വോയിസ് പ്രസൻസ് കൊണ്ടുവരണം. കാരണം ആ സംഗതികൾ പാടുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് താന്നു പോകുന്നു വോയിസ് ലെവൽ. ബഹളല്ല കേട്ടോ. ചിങ്കാരക്കിന്നാരും അതാണോ മോളൊന്നാ ലൈൻ പാടോ? ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂരുന്നേവാ പുന്നാരം പുന്നാരം. ഈ അത് സോഫ്റ്റ് ആണ് അതിന്റെ ഭാവം. പക്ഷെ എന്ന് വെച്ച് മോള് വോളിയം അങ്ങ് കുറയ്ക്കരുത് ഒറ്റയടിക്ക്. പുന്നാരം പുന്നാരം, അതിന്റെ വോയിസ് ലെവൽ നേരെ അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതിൻ്റെ അകത്ത് ആ ഭാവം മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ കേട്ടോ മോളെ. അതേപോലെ അനുപല്ലവി ചരണത്തിലൊക്കെ പെട്ടെന്ന് മോൾ അങ്ങ് ഡിപ്പാവുന്നു ആ വോയിസ് ലെവല്. ഫസ്റ്റ് മറ്റേ അനുപല്ലവിയുടെ 2 ലൈൻസ് മാത്രം. കൊമ്പനന ചന്തം കൊണ്ടേ കൊമ്പകുഴൽ മേളം കൊണ്ടേ നിറ നിറ തിങ്കളായി നീ എന്നെ കാണാൻ വാ. അടുത്ത ലൈൻ. ഇലക്കുറി ചാന്തം കൊണ്ടേ തിരുമുടി പൂവം കൊണ്ടേ ഇളവയിൽ നാളം പോൽ നീ എന്നെ പുൽകാൻ വാ. അടുത്ത. കുന്നിക്കുരു കുത്തിയായി നല്ല മഞ്ഞക്കണി കൊന്നയായി മരപ്പൂ വരുമ്പായി നല്ല തങ്കക്കിനാവൊളിയായി മേലെ. മോളോ ഇതിപ്പോ മോള് ഇങ്ങനെ പാടുന്നു, ഇപ്പൊ ഓർക്കസ്ട്ര ഒന്നും ഇല്ല, അങ്ങനെയാണ് മോള് പാടുന്നത്. അപ്പൊ നമുക്ക് ക്ലിയർ ആയി കേൾക്കാം. ഓർക്കസ്ട്രയുടെ കൂടെ വരുമ്പോഴത്തേക്ക് മോളുടെ ലെവൽ അങ്ങ് കേൾക്കുന്നില്ല. അപ്പൊ നമ്മളൊരു റെക്കോർഡിങ്ങിൽ പാടുമ്പോഴത്തേക്ക് വോളിയം ഒക്കെ നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റേജിൽ പാടുമ്പോഴത്തേക്ക് അത് കേൾക്കണ്ടേ? ഇതിപ്പോ കോമ്പറ്റീഷനാണ്, പക്ഷെ എന്നാലും മോള് പാടുമ്പോൾ അത് കേൾക്കണം. അതാ പറഞ്ഞ, അത്രേ ഉള്ളൂ. അതൊന്നും ശ്രദ്ധിച്ചാൽ മതി. കുറച്ചുകൂടെ ഒന്ന് ഒരു ജോഷില്. ഒരു ഹാപ്പി സോങ് അല്ലേ? ഹാപ്പി സോങ് അല്ലേ? ഇപ്പൊ ഈ പാടിയ 2 ലൈൻസ്, ലാസ്റ്റ് 2 ലൈൻസ് ഒന്ന് ഹാപ്പി ആയിട്ട് പാടിയ ചിരിച്ചോണ്ട്. കുന്നിക്കുരു കുത്തിയായി നല്ല മഞ്ഞക്കണി കൊന്നയായി ചിരിച്ചോണ്ട്. താമരപ്പൂ വരുമ്പായി നല്ല തങ്കക്കിനാവൊളിയായി. മകളെ ചിരിച്ചോ? ആ സംഗതി ശ്രുതി മാറ്റി പാടരുത്, കറക്റ്റ് ആയിട്ടൊന്ന് പാടാം. ചിരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഗ്രൂവ് കൊടുക്കോ? ജസ്റ്റ് ഒരു ഗ്രൂവ്. ചിരിച്ചോണ്ട്. കുന്നിക്കുരു കുത്തിയായി നല്ല മഞ്ഞക്കണി കൊന്നയായി താമരപ്പൂ വരുമ്പായി നല്ല തങ്കക്കിനാവൊളിയായി മെല്ലി മഞ്ചാടിക്കൊരു കുന്നോളൊരു ചിന്തൂര കതിരായി ആലോലം താലോലം. ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൊരു നേവാ പുന്നാരം പുന്നാരം. കുറുമ്പുറങ്ങുമി കുരുന്ന ചുണ്ടത്തെ മണിപ്പതക്കം താ അമ്മാനം അമ്മാനം. നന്നായിട്ടുണ്ട്. മോക്ക് ചിരിച്ചു പാടാവുന്നതാണ്. സൂപ്പർ ആയിരുന്നു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. മക്കളെ എന്താ സാർ? സുഖാണോ? സുഖാണ്. മക്കളെ നല്ല പാട്ട്. ഇത് ആരാ എഴുതിയത്? ഗിരീഷ് പുത്തഞ്ചേരി സാർ. ആരാ? ഗിരീഷോ? ഗിരീഷ് പുത്തഞ്ചേരി സാർ. സംഗീതം നമുക്കറിയാം. പാടിയത് MG സാറും ചിത്രാമയും. ആഹാ, ഈ കോമ്പിനേഷൻ എത്ര പാട്ടുകളുണ്ടെന്നറിയാമോ? ഹിറ്റ്സ് ഒരു ഭീകര ഹിറ്റുകൾ. പ്രത്യേകിച്ച് ഈ ഗാനമേള സദസ്സുകളിൽ മൗനം വാങ്ങൂ ജനങ്ങൾ ബഹളമാണ്. കാരണം അത്രയ്ക്ക് ഇമ്പാക്റ്റുള്ള കുറേ പാട്ടുകൾ MG അണ്ണനും ചിത്ര ചേച്ചിയും കൂടെ പാടിയിട്ടുണ്ട്. ആ ഒരു ജോഡിയെ നമ്മൾ കൈതട്ടി അഭിനന്ദിക്കുന്നു. മക്കളെ നന്നായിട്ട് പാടിയതാ, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഇപ്പൊ മഞ്ജരി പറഞ്ഞ ആ ലെവലിന്റെ കാര്യം അത് മക്കളൊന്ന് നോക്കണം. കുറച്ചും കൂടെ പുഷ് ഉണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. പ്രത്യേകിച്ച് ആ കൊച്ചു നീ ആ പേടിച്ച സംഗതികൾ കുറച്ചും കൂടെ
ക്ലാരിറ്റിയിൽ വന്നാൽ എന്തായിരിക്കും രസം, ആഹാ. അസാധ്യമായിരിക്കും. പിന്നെ മക്കളെ, ഈ അനുപല്ലവിയുടെയും ചരണത്തിൻ്റെ സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടെ നന്നാവാം, കുറച്ചും കൂടെ ഒക്കെ ചേർന്ന് നന്നാവാം കേട്ടോ. അത് തെറ്റെന്നല്ല, അത് മോളൊന്നും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തു. കാരണം രണ്ട് ഏരിയയിലും ഈ അനുപല്ലവിയുടെ സെക്കൻഡ് ഹാഫിലും ഒരു ചളക്കം ഉണ്ടായിരുന്നു, ചരണത്തിലും. അത് ശരിയാക്കിയാൽ മതി. ഓക്കെ സാർ. പക്ഷെ ഉഗ്രായിട്ട് പാടി, താങ്ക് ബാക്കി യു എല്ലാം നന്നായിരുന്നു മുത്തേ. Thank ഓൾ you, ദി sir. ബെസ്റ്റ്. താങ്ക് യു ശരത് സാർ. ശ്രീരാം സാർ. അസലായിട്ട് പാടി മോളെ. അതും എസ്പെഷ്യലി ആ ടെമ്പോ ചേഞ്ച് ഒക്കെ വന്നിട്ട് സാധാരണ ഒന്ന് ഗ്ലിച്ച് വരും, ആ ഗ്ലിച്ചൊന്നും വരാതെ ക്ലീൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു. താങ്ക് യു സാർ. പിന്നെ എന്താ വെച്ചാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് ആ രണ്ടാമത്തെ ലൈൻ, ചരണത്തിന്റെ ലേറ്റർ ഹാഫ് ലൈനിൽ നമ്മൾ പറയാറില്ലേ, ഒരു പാട്ട് മേജർ ആണോ മൈനർ ആണോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? അതറിയാമോ? അങ്ങനെ ഒരു ഡീറ്റെയിൽ ഉണ്ട് എല്ലാ പാട്ടിലും. ഇതിപ്പോ പാട്ട് സ്റ്റാർട്ട് ചെയ്യണത് മൈനർ അല്ല ഈ പാട്ട്, അങ്ങനെ പറഞ്ഞാൽ അറിയോ മോൾക്ക്? ഇല്ല സാർ, ശരി, ഞാൻ അപ്പൊ മൈനർ ആണ്. ഗംഭീരമായി. ശരി, ഞാൻ മൈനർ ആണ്. അതെ. അതറിയില്ല സാർ, ഞാൻ പാർവതി മേജറുവാ. അപ്പൊ ഈ മേജർ മൈനർ ഒക്കെ മാറുമ്പോ ആ നോട്ട്സ് ഇപ്പൊ എങ്ങനെ അതിന്റെ സെക്കൻഡ് പാടിത്തുടിച്ചിടുമ്പോൾ മെയ്വാടി തളർന്നിടുമ്പോൾ വാരിപ്പുണർന്നിടുമ്പോൾ അത് അങ്ങനെയാണോ? അപ്പൊ അതും മേജർ ആണോ മൈനർ ആണോ? വാരിപ്പുണർന്നിടുമ്പോൾ അങ്ങനെ മോളെ, അത് വാരിപ്പുണർന്നിടുമ്പോൾ അത് മോള് ചെറുതായി മോൾ എന്ത് പറഞ്ഞു വെച്ചാൽ ആ സംഗതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ സാധനം ഉണ്ടല്ലോ, അത് അത്രയും ഒരു രാഗതാനം പലരുടെ ആവശ്യം ഉണ്ടാവില്ല. കാരണം വളരെ മോൾക്ക് അസലായിട്ട് വരുന്നുണ്ട് ആ സംഗതി. സോ അതിന് അത്രയും പ്രഷർ കൊടുക്കാതെ അപ്പൊ അടുത്ത ലൈനിന്റെ ട്യൂൺ മാറുന്നുണ്ട്. ഞാൻ രണ്ടാമത്തെ ചരണത്തിലും ശ്രദ്ധിച്ചു മോൾ അതേപോലെ ആ എനിക്ക് സാർ ഒരു സംശയം ഉണ്ട്, അങ്ങനെയാണോന്ന്, ആയിരിക്കാം. മേജർ ആണോന്നൊരു സംശയം ഉണ്ട്. അല്ല, ആ കോഡ് മേജർ അല്ലടാ, ആ മേജറാണ്. മേജറാ. മേജർ തന്നെ. അതാണ് താരാന അല്ല. അത്രയൊന്നും ഡീറ്റെയിൽ ഉണ്ടാവില്ല ഇത് പാട്ടിൽ, എനിക്ക് തോന്നുന്നില്ല. ആ അല്ല, മോളിപ്പോ കറക്റ്റായിട്ട് പാടി. പാട് മക്കളെ. വാരിപ്പുണർന്നിടുമ്പോൾ ആ, ഒരു വക്കുണ്ട്. ചെറിയ തോതിൽ. നിക്കോബാർ അവിടെ പോയി ഇല്ല. ശരി, അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഇങ്ങനെയുള്ള പാട്ടുകളിൽ നമ്മൾ അതും കൂടി കൈവിട്ട് കഴിഞ്ഞാൽ ആ പാട്ടിന്റെ സ്റ്റാൻഡ് പ്രശ്നമാകും. ബിക്കോസ് എന്താ പറയാ, ഒരു സംഗതി ഇപ്പൊ എല്ലാവർക്കും വരുന്ന ഒരു മിക്കവാറും സിംഗേഴ്സിന് വരുന്ന ഒരു ടെൻഷനാണ്, ഒരു പാട്ടിൽ ഒരു വലിയൊരു സംഗതി ഉണ്ടെങ്കിൽ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിന്റെ അപ്പുറമുള്ള സാധനം മൊത്തം എഴുതി തള്ളും. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ടില്ല പാട്ട്, ഇത് എന്നുള്ള കഴിഞ്ഞിട്ട് അങ്ങനെയല്ലേ ട്യൂണ്? ഗുഡ്, ശ്രദ്ധിച്ച് പാടുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു താങ്ക് യു സാർ. ഓക്കെ അമ്മയ, നമുക്കിനി മാർക്സ് ചോദിക്കാം. മഞ്ജരി ചേച്ചി. 8.9. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സാർ. 8.8. താങ്ക് യു സർ. ശ്രീരാം സാർ. മറയും തിരക്ക്. Okay, so total 17.7.